ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇതുപോലുള്ള പഴയ ടീഷർട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോണേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായി തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ടീഷർട്ടിൻ്റെ, അത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ അതിൽ നിന്ന് ഇത്രയും വിടുത്തുള്ള ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ 3 പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ 2 ഭാഗത്തും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മൊത്തം 6 സ്ട്രാൻഡായിട്ട് കിട്ടും. അതിൽ 3 എണ്ണമായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതിൽ 3 എണ്ണം എടുത്തിട്ട് ഈ ഒരു ലൂപ്പിന്റെ ഷേപ്പിൽ വെക്കാം. ഇനി അടുത്ത 3 എണ്ണം എടുത്തിട്ട് ഒരു യു ഷേപ്പിൽ വെക്കാം. ഇതിനെ മുകളിൽ കൂടെ വെക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യണ പോലെ നോക്കി ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ഈ ഭാഗത്തു നിന്നൊന്ന് വലിച്ചു കൊടുക്കാം. ഏകദേശം ഒരേപോലെ വലിച്ചോളാം, എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 റെക്റ്റാങ്കിൾ പീസ് വെട്ടിയെടുക്കണം. നമ്മൾ ഇതും കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റെക്റ്റാങ്കിളില്ലേ, അത് നമ്മൾ നടുവെട്ടണം. എന്നിട്ട് നമ്മൾ 2 റെക്റ്റാങ്കിളായിട്ട് എടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തുമ്പത്ത് ഇത് വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കണം. ഞാനിവിടെ എളുപ്പത്തിന് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കണേ. എനിക്ക് തുന്നാൻ മടിയായതുകൊണ്ടാണ്. നിങ്ങൾ തുന്നിയെടുത്താൽ മതി. തുന്നിയെടുത്താലാണ് കുറച്ചുകൂടി ഉറപ്പിലിരിക്കുക, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ കണ്ട ബാക്കി ഇങ്ങനെ നീണ്ടു നിൽക്കണം, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒപ്പാക്കാം. ഇനി നമ്മൾ ഈ 2 തുമ്പും കൂടി ഒരുമിച്ചാക്കണമല്ലോ. അപ്പോൾ നമ്മൾ മുമ്പ് വെട്ടി വെച്ചിട്ടുണ്ടാകുന്ന റെക്റ്റാങ്കിളില്ലേ, അതുമ്മക്ക് ഈ 2 തുമ്പും കൂടി വെച്ചിട്ട് അതിങ്ങനെ ആക്കിയിട്ട് ഇനി തുന്നിയെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ മുമ്പത്തെ പോലെ ഒരു ടീഷർട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ 2 പീസ് ഇതിന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എത്ര വിടത്തിലാണോ കട്ട് ചെയ്യണേ ആ വിടത്തിൽ തന്നെ കട്ട് ചെയ്തോളോ. അപ്പോൾ നമുക്ക് ഒരു പീസായിട്ട് ഇനി ഇതേ സെയിം വിടത്തിൽ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇനി നമുക്കിതിൻ്റെ നടുമടക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കണം. ഇപ്പം നടുമടക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ തുന്നാന്ന് അറിയാലോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൂചി അടിക്ക് മുകളിലേക്കാക്കിയിട്ട് തുന്നി എടുക്കാം. നമ്മൾ ഒരെണ്ണം തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ രണ്ടാമത്തെ ആ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി എടുത്ത് നടുമടക്കിയിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം അഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് അവിടെ കെട്ടിട്ട് വയ്ക്കാം. ഇനി നമ്മൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മറച്ചെടുക്കണം. ഇപ്പോൾ പുറത്തുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഉള്ളിലുള്ള ഭാഗം പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം.
എടുക്കുക, ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റേത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇത് റെഡി ആയിട്ട് രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു പ്ലസിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യണ പോലെ ചെയ്യാം. ഇതിന് 2 തുമ്പും കൂടി തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയാവും. ഇപ്പം നമ്മൾ തുന്നി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ട് ഇനി നമുക്ക് ഒരു വേറെ ടൈപ്പ് എണ്ണം കൂടെ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ ബ്ലാക്ക് പോർഷനിൽ നിന്നാണ് എടുക്കുന്നത്. അവിടുത്തെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മളൊരു 3 പീസ് നമുക്ക് വേണം. 2 പീസ് ബ്ലാക്കും പിന്നെ 1 പീസ് റെഡും ആയിട്ടാണ് എടുക്കണേ. നമ്മുടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കാം. ഒരു കയറ് പോലെ ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ അതേ വിധത്തിൽ തന്നെ ഒരു ബ്ലാക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അതുപോലെ ഒരു റെഡും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ എല്ലാതും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് 3 ഇതുപോലുള്ള വള്ളികൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തുമ്പിൽ മൂന്നെണ്ണത്തിന്റെ തുമ്പ് കൂട്ടി തുന്നാം. ഇനി നമ്മൾ സാധാരണ നമ്മൾ മുടിയൊക്കെ മെടയില്ല, അതുപോലെ ഇത് മെടഞ്ഞെടുക്കാം. ഫുള്ള് മെടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ തുമ്പ് തുന്നി വെക്കാം. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഈ 2 തുമ്പും കൂടി ഒന്ന് കൂട്ടി തുന്നി വെക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.